ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2332. ഇന്ന് മെയ് മാസം 20-ാം തീയതി. ഈ ആണ്ടിലെ 140-ാമത്തെ ദിവസത്തിലെത്തി. കാത്തിരിപ്പിന്റെ ദിനങ്ങളാണ്. കുറച്ചുകൂടി നല്ലതിനു വേണ്ടി കാത്തിരിക്കാം. പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വന്തം നിയോഗത്തെ തിരിച്ചറിയാനായിട്ട് ഒരാൾ ഒരു ധ്യാനത്തിലേക്കും മൗനത്തിലേക്കും ഒക്കെ പോകണ്ടേ? മലമുകളിലേക്ക് പോകുന്ന യേശുവിനെ പോലെ മോശയും ഏലിയാവും യേശു പൂർത്തിയാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ലേ? നമ്മൾ അതിനെ ഇങ്ങനെ മറുരൂപ പെരുന്നാളെന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. വലിയൊരു ആൾക്കൂട്ടത്തിന് മധ്യയായിരിക്കുമ്പോഴും എന്നും ഒറ്റയായിരുന്നു മോശ. നിശ്ചയമായും ഏകാകിയുടെ വഴിയാണ് അവിടുന്ന് ദൈവവും തിരഞ്ഞെടുക്കുന്നത്. പ്രവാചകന്മാരുടെ വീതികളില് ദൈവത്തിന്റെ സാന്നിധ്യം വന്ന് അവരെ മേഘം പോലെ പൊതിയുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാല് ഒരു നിശബ്ദതയും ഒരു ശാന്തമായ ഇടവും നേരവുമൊക്കെ ജീവിതത്തിൽ ഓരോരുത്തരും ഓരോ ദിനവും ഒന്ന് കണ്ടെത്തണ്ടേ? ഒരു കരിയർ കണ്ടെത്തുന്നത് പോലെ അത്ര എളുപ്പമല്ല ഒരു നിയോഗത്തെ തിരിച്ചറിയുക. സ്വന്തം അപ്പത്തെ തിരയാൻ സഹായിക്കുന്ന തൊഴിലിന് മീതെയായി പ്രപഞ്ചത്തിന് മീതെ നമ്മൾ നടത്തുന്ന ഒരു വലിയ അന്വേഷണവും ഇടപെടലുമൊക്കെയാണെന്നാണ് വിശുദ്ധ വേദഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. മീൻപിടുത്തക്കാരോട് മനുഷ്യരെ പിടിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ആടുമേയ്ക്കുന്ന, ഉദാഹരണത്തിന് മോശ, ആടുമേയ്ക്കുന്ന ഒരാളോട് ഒരു ജനതയെ വിമോചനത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു. 30 വയസ്സുവരെ തടി ചിന്തേരിട്ട് നടന്ന ഒരാളെ മനുഷ്യന്റെ മനസ്സുകളെ ചിന്തേരിട്ട് ഒരുക്കാനായിട്ട്, അതാണ് കുറച്ചും കൂടി പ്രധാനമാണെന്ന് കണ്ടെത്തുന്നു, ഓർമ്മപ്പെടുത്തുന്നു. യേശു തന്നെ പറഞ്ഞതിനെ കടമെടുത്താല് 1 മൈൽ ദൂരം യാത്ര പോകാൻ കടപ്പെട്ടവർ ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കുന്ന, ശ്രേഷ്ഠമാക്കുന്ന 2-ാം മൈലുകളെ തെരഞ്ഞെടുത്ത് സഞ്ചരിക്കുന്നു. ഇതാണ് സ്വന്തം നിയോഗം. സ്വന്തം നിയോഗങ്ങളെ കാണാതെ പോകുമ്പോഴും എന്നാൽ കണ്ടിട്ടും അതിൽ നിന്ന് ബോധപൂർവം വഴുതി മാറുമ്പോഴും ഒരാൾക്ക് എത്ര മാത്രം ആപത്തുകൾ ഉണ്ടാവുന്നുണ്ട്. പഴയ നിയമത്തിലെ യോനായെ മാത്രം ഒന്ന് ഓർത്താൽ മതി. ഒരു ദേശത്തേക്ക് കപ്പൽ കയറാൻ നിയോഗം കിട്ടിയ ഒരാൾ എതിർദിശയിലേക്ക് കപ്പൽ കയറുന്നു. ആ നിമിഷം മുതൽ അയാൾ മാത്രമല്ല, അയാളുടെ പരിസരവും അപകടത്തിലാവുന്നു. കപ്പൽ ഉലഞ്ഞാടുന്നു. സ്വന്തം തട്ടകവും ദിശയും തിരിച്ചറിയാത്തതുകൊണ്ടാണോ മനുഷ്യരായ നമ്മളൊക്കെ ഇത്രയും അശാന്തികളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്? കുറെ കൂടി ദൈവസന്നദ്ധിയിലൊന്ന് മൗനത്തിലും നിശബ്ദതയിലും ധ്യാനത്തിലും ആയിരിക്കാനും സ്വന്തം നിയോഗങ്ങളെ കണ്ടെത്താനും ഈ കാത്തിരിപ്പിന്റെ ദിനങ്ങളിൽ ഏതൊരാൾക്കും സാധിക്കട്ടെ. ആമേൻ.